ഹൈ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് 2 ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ റംസാൻ സീരീസിലെ 16ാമത്തെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യത്തെ ജ്യൂസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ചെറിയ ക്യാരറ്റ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ട് അത് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ഏലക്ക 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് ഫ്രീസറിൽ വെക്കുമ്പോൾ ആ വേവിച്ച വെള്ളം കൊടുക്കാനാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ പുറത്തൊക്കെ എടുത്ത് വെച്ചാൽ അത് മെൽട്ടായിട്ട് ആ വെള്ളം കൊടുക്കാനാണ് ഞാനിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണത് കേട്ടോ. ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്യാം. നമ്മൾ എത്ര ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 4 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ചെറിയ 2 ക്യാരറ്റാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റ് 4 ഗ്ലാസ് ജ്യൂസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യണ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിൽ നമുക്ക് ആദ്യം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ അടുത്ത റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അടുത്തത് ഞാനിതിൽ പഴം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 ക്യാരറ്റാണ് വേവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 പഴമാണ് ഞാൻ ആഡ് ചെയ്യണത്. അത് കാരണം 1 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ജ്യൂസിന് ഞാൻ ഷുഗർ ആഡ് ചെയ്യണില്ല കേട്ടോ. പകരം ഞാൻ തേനാണ് ആഡ് ചെയ്യണത്. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ തേനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും പഴവും കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ബനാന ജ്യൂസ് അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഷുഗറൊന്നും ആഡ് ചെയ്യാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യണ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടോ. ക്യാരറ്റ് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിന്. അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുത്താൽ എന്തായാലും അവർ കുടിക്കും കേട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.